ഇവിടെ വന്ന് ഇവിടെ താമസിച്ചോ? തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീടോട്ടാക്കാൻ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ െതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ, ബിഷപ്പല്ലേച്ച് ബിഷപ്പാമ്പ്, ബിഷപ്പല്ലേച്ച് ബിഷപ്പാമ്പ്, ബിഷപ്പല്ലേച്ച് ബിഷപ്പാമ്പ്. അതന്നെ ഞാൻ പറഞ്ഞ ഏറെ ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ തങ്കച്ചൻ ചേട്ടൻ ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ രേണു സുധിയുടെ സുതിലയത്തിൽ മറ്റാരെങ്കിലും താമസിച്ചേക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുമല്ലെങ്കിൽ സുതിലയം ഒരുപക്ഷെ പൊളിച്ച് കളയേണ്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. നമുക്കറിയാം, രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസും എഞ്ചിനീയറും നഴ്സും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവുമായ താരം ഇപ്പോൾ നാട്ടിലില്ല. താരം ബഹ്റിനിലാണ്. താരത്തിന്റെ പ്രോഗ്രാമുകൾ കഴിയാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. ഒരുപക്ഷെ പ്രോഗ്രാമുകൾ പൊടുന്നനെ റദ്ദ് ചെയ്തുകൊണ്ട് താരം അതിവേഗത്തിൽ കൊച്ചിയിലേക്ക് ഒരുപക്ഷെ തിരിച്ചെത്തിയേക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താരം ഏറ്റവും ഒടുവിൽ ചോദിച്ചിരിക്കുന്നത്, റോസ് പറയുന്നത് വീട് തിരിച്ചെടുക്കില്ല, തനിക്ക് വീട് വേണ്ട, കൊടുത്തത് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇത് കണക്ക് ദാനമായി കൊടുത്ത സംഗതി തിരിച്ചെടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ തിരുമേനി ഈ ഒരു വിഷയത്തിൽ വളരെ കർക്കശക്കാരനായി മാറുകയാണ്. അതായത് 7 ദിവസത്തിനകം, മനസ്സിലാക്കുന്നത് 7 ദിവസത്തിനകം അദ്ദേഹത്തെ അവഹേളിച്ചിരിക്കുന്ന വീഡിയോ എല്ലാം തന്നെ നീക്കം ചെയ്യുക, അവഹേളിക്കുന്ന മറ്റുള്ള ആളുകളോട് അവഹേളിക്കാതിരിക്കാൻ പറയുക എന്നുള്ളൊരു നിബന്ധനയാണ് അദ്ദേഹം വെച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അത് പാലിച്ചില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. അതിനുശേഷവും തിരുമേനി അവഹേളിക്കുന്ന രീതിയിൽ, കടുത്ത രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവഹേളനങ്ങൾ തിരുമേനിയെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ രേണു സുധിക്ക് പ്രമുഖ താരം ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, അതായത് താരത്തിന് ഈ വീട് കിട്ടിയതിന് ശേഷം താരം വലിയ താര പദവിയിലേക്ക് പ്രമുഖ നടി ഉയർന്നു. അതിനുശേഷം നിരവധി ഷോകള്, ബിഗ് ബോസ്, ഒരുപാട് സംഭവങ്ങൾ താരത്തെ തേടിയെത്തി. എന്നാൽ താരം അവിടെ ചെയ്ത വലിയൊരു പിഴവെന്ന് പറയുന്നത് വൈറലായിട്ടൊരു വീടോ മറ്റോ വാങ്ങാനോ അല്ലെങ്കിൽ മിനിമം ഒരു 5 സെന്റ് വസ്തുവെങ്കിലും വാങ്ങിയിടാൻ താരം തയ്യാറായില്ല. അതായത് താരം തനിക്ക് ലഭിക്കുന്ന സമ്പത്തിന്റെ വലിയൊരു ഭാഗം, അതായത് 80% തന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി, താരത്തിന് ഇന്ന് കാണുന്ന ഈ ഒരു സൗന്ദര്യം നമുക്കറിയാം, താരത്തിന് പണ്ട് ഇത്രയും അധികം ഒരു സൗന്ദര്യം ഇല്ലാതിരുന്നത് താരമായിരുന്നു. എന്നാൽ താരം ലക്ഷക്കണക്കിന് പൈസ ചിലവാക്കി പലവിധമായ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും ഒടുവിൽ താരം പല്ലിന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നു. തീർച്ചയായും ആ ട്രീറ്റ്മെന്റൂടെ കഴിയുകയാണെങ്കിൽ, പല്ലിന്റെ ട്രീറ്റ്മെന്റൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റം മുഖത്തുണ്ടാവും. അതായത് മുഖം തന്നെ മാറും. പ്രധാനമായി ഈ പല്ലിന്റെ മോണയുടെ സർജറിയാണ് താരം നടത്തുന്നത് പറയുന്നത്. താരത്തിന്റെ മുഖ ഷേപ്പ് തന്നെ മാറി വലിയ ബ്യൂട്ടി ക്യൂനായി ഒരു വിഷയം താരം മാറിയേക്കാം. വലിയ ചിലവാണ് അതിന് വരുന്നത്. സോ തീർച്ചയായും മനസ്സിലാക്കുന്നത്, താരപദവി നിലനിർത്താൻ വേണ്ടി ഒരുപാട് പൈസ തന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെലവാക്കി. അതിനിടയിൽ സ്വന്തമായിട്ട് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിയിടാൻ താരം മറന്നുപോയി. അതുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പക്ഷേ തങ്കച്ചൻ ചേട്ടൻ അടക്കം വീടിന്റെ പടി ഈ ആഴ്ച തന്നെ ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നമുക്കറിയാം, ഈ വീടുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് തങ്കച്ചൻ ചേട്ടനാണ്. തങ്കച്ചൻ ചേട്ടൻ വീട് മാന്തി പൊളിച്ചതടക്കമുള്ള കോൺട്രവേഴ്സികൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്കച്ചൻ ചേട്ടൻ വീടിന് പുറത്ത് പോകേണ്ടുന്ന ഒരവസ്ഥ. ഒരാൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇതുപോലൊക്കെ ആയിത്തീരുമെന്ന് ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. തിരുമേനി ഈ രീതിയിൽ ഒരു സ്റ്റാൻഡ് എടുക്കുമെന്ന് ഒരുപാട് പേര് തിരുമേനി ക്രൂലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു തിരുമേനി അത്രയും അധികം അപമാനിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുമേനിക്ക് പള്ളി കയറാനോ കുർബാന ചൊല്ലാനോ കുമ്പസാരം നടത്താനോ ഒന്നും സാധിക്കുന്നില്ല. ഇവിടെയും ജീവിക്കാൻ അനുവദിക്കത്തില്ലേ? എന്നെ ഇതിനകത്തും ജീവിക്കാൻ സമ്മതിക്കത്തില്ലോ? നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറയുക, അനർഹരായിട്ടുള്ളവരെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഒരു 5 പ്രാവശ്യം ആലോചിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ അവരെ സഹായിക്കാവുന്ന ഞാൻ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ കുടുംബത്തെ സഹായിക്കാൻ പോയതിന് ശേഷം എൻ്റെ മാനസികത്തിൽ എനിക്കുണ്ടായ ദുഃഖങ്ങൾ, ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, എൻ്റെ മാതാവ് അനുഭവിക്കുന്ന വേദനകൾ ചെറുതൊന്നുമല്ല. ഇപ്പൊ രേണു വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം, 1 ലക്ഷം ഇന്റർവ്യൂ നടക്കും. 1 ലക്ഷം ഇന്റർവ്യൂ രേണുവിന് നടക്കും. അതിനകത്ത് മൊത്തം എന്നെ വലിച്ചു കീറും. എന്താണെന്നറിയോ? കിടക്കാൻ കിടപ്പാടം ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത തെറ്റാണ് ഞാൻ ചെയ്തേക്കുന്നത്. അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ താമസിച്ചു. ആ വാടകയ്ക്ക് കിടന്ന വീടിന്റെ ഉടമസ്ഥൻ 3 പ്രാവശ്യം ഇവിടെ വന്നു. അയാൾക്ക് റെന്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒരു പട്ടിയെ ആട്ടി ഓടിക്കുന്ന പോലെ തങ്കച്ചനും രേണുവും കൂടെ ആ വീട്ടിൽ നിന്ന് ആ മനുഷ്യനെ അടിച്ചോടിച്ചിട്ട് ഇവിടെ വന്ന് കരഞ്ഞാ പോയത്. ആ മനുഷ്യൻ പേര് പറയുന്നില്ല ഞാൻ. ആ പുള്ളിയുടെ വോയിസ് സോഷ്യൽ മീഡിയ കേട്ടതാണ്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ആ മനുഷ്യൻ ഇവിടെ വീണ്ടും വന്നിട്ട് പറഞ്ഞു, പിതാവേ എനിക്ക് ആ പൈസ കിട്ടത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇനി ആവശ്യം പറഞ്ഞു അച്ഛാ ഇവിടെ വരല്ലേ, എനിക്ക് കിടക്കപ്പുറതിയില്ല. 13,000 രൂപ അയാൾക്ക് കൊടുക്കാൻ. ബിഷപ്പ് ഇന്നലെ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്റെ പേർക്ക് പരാതി കൊടുക്കും.
അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇവിടെ വരുമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇവിടെ പോയിട്ടാണ് വന്നത്. വന്നിട്ട് അച്ഛൻ്റെ പിന്നെ ബിഷപ്പിൻ്റെ പിന്നെ സംഗതി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ മാപ്പ് പറയണം. ഞാൻ പറഞ്ഞു ശരി, ഞാൻ അച്ഛൻ ചെയ്ത വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്താണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ വീഡിയോ വരികയോ ഒന്നും തട്ടിപ്പറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാപ്പ് പറയണമെങ്കിൽ അച്ഛൻ ആദ്യം രേണുവിൻ്റെ അടുത്തും കുടുംബത്തിൻ്റെ അടുത്തും ചെയ്ത തെറ്റാണെന്ന് മാപ്പ് പറയാമെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇട്ട വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വാക്കുമൂലം എഴുതി കൊടുത്തിട്ടാണ്. ഞാൻ ചെയ്ത് കളയേണ്ട കാര്യം ഞാൻ മാറി ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളെ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല. ഈ പറയുന്ന ഈ കുറ്റം പറയുന്നതെല്ലാം വന്നാൽ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ. അല്ല ഞാൻ അല്ലാതൊന്നും ചെയ്തു. ഇവർക്ക് ഉണ്ടായ വേദനയ്ക്ക് അതൊരു വേദനയല്ലേ? അച്ഛന് മാത്രമുള്ള വേദന, അച്ഛന് മാത്രമുള്ള അമ്മയും അച്ഛനും ഒക്കെ. ഈ രേണുസുയുടെ പേരിൽ ഈ ഇരിക്കുന്ന പാവം പിടിച്ച അച്ഛനും എന്തുമാത്രം മനസ്സ് വിഷമിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയുന്നുണ്ട്. പ്രതികരിക്കും. ഇനിയും എന്നെ കൈ വിലക്ക് വെച്ച് തൂക്കി തല്ല വിധിച്ചാലും ഞാൻ പ്രതികരിക്കും. നമ്മുടെ നിയമം അതിലും അവിടെ ചെന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്ന എല്ലാ സമയം ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുമേനി മാനസികമായി വളരെ തളർന്ന മട്ടാണ്. തിരുമേനി അവഹേളിക്കുന്നത് തുടർന്നുകൊണ്ട് തന്നെ തിരുമേനി തന്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ സ്ഥലം തിരുമേനി തിരിച്ചെടുക്കുമ്പോൾ ഈ വീട് എന്ത് ചെയ്യുമെന്ന് രേണുസുതി ചോദിക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഒന്നേ വീട് ഒന്നായിട്ടെടുത്ത് രേണുസുതി പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുക. അതിന് വെക്കാനൊരു സ്ഥലം രേണുസുതി എവിടെ മേടിച്ചിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. അല്ലെങ്കിൽ വീട് പൊക്കി മാറ്റി വെച്ചു കൊടുത്തുന്ന പകയന്മാരുണ്ട്. അല്ലാത്ത വശം ഈ പറഞ്ഞ വീട് പൊളിച്ചു കളയുക. അതായത് തിരുമേനിക്ക് ആ ഒരു വീട് അവിടെ വേണ്ട എന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ, അങ്ങനെ അദ്ദേഹം തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ വീട് ഒരുപക്ഷെ പൊളിച്ചു കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഇതുപോലെ മനോഹരമായ കുറച്ച് കുറവുകളൊക്കെ പറഞ്ഞെങ്കിലും മനോഹരമായ ഒരു വീടാണ്, ഒരുപാട് ആൾക്കാരുടെ പൈസ പിരിച്ചുണ്ടാക്കിയ ഒരു വീടാണ്. ആ വീട് പൊളിച്ചു കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. എനിവേ ഈ വിഷയങ്ങളൊക്കെ തീർത്ത് രമ്യതയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. തിരുമേനിയെ ഈ രീതിയിൽ അവഹേളിച്ചത് പല സ്ഥലങ്ങളിലും തിരുമേനി എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ അബദ്ധങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും തിരുമേനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഈ രീതിയിൽ രേണുസുതി അവഹേളിച്ചത്, ബിഷപ്പാമ്പെന്നൊക്കെ വിളിച്ച് അവഹേളിക്കുന്ന അങ്ങേയറ്റം മോശമാണ്, ബാലിശമായ കാര്യം തന്നെയാണ്. അത് തീർച്ചയായും പക്വതയില്ലാത്ത കാര്യം തന്നെയാണെന്നു കടുത്ത മാനസിക വ്യതയിലേക്ക് തിരുമേനി അത് തള്ളിയിട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. തങ്കച്ചൻ ചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരിക്കലും നമുക്ക് താങ്ങാനാവാത്ത ഒരു ദുഃഖം അദ്ദേഹത്തിന് ഉണ്ടാവാം. നമുക്കറിയാം, ഒഴിവു സമയങ്ങളിൽ സുതിലയം മാന്തി പൊളിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഹോബി. ഇനി ആ ഒരു ഹോബി തുടരാൻ സാധിക്കുമോ എന്ന് വളരെ സംശയമാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.